നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. പാഠം 16 നമ്മളിന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ ഈ എന്ന സ്വരാക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എന്നത് സ്വരാക്ഷരങ്ങളിലെ 4ാമത്തെ അക്ഷരമാണ്. ഈ അക്ഷരം വരുന്ന വാക്കുകളും വാചകങ്ങളും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാം. ആദ്യം ഈ എന്നെഴുതാണ്. ഈ എന്നെഴുതി അതിനുശേഷം ഈ എന്ന് നീട്ടി ഉച്ചരിക്കാനായിട്ട് ഈയുടെ അടുത്തായിട്ട് ഒരു ചിഹ്നം കൂടെ ഇടണം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ 2 വരയുടെ പകുതി വലുപ്പത്തിൽ ടീച്ചർ ഒരു ന വരയ്ക്കാണ്. കണ്ടല്ലോ, ഇവിടെ വെച്ച് നിർത്തുന്നില്ല. ഈ നായുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നിർത്തിയ ഈ ഭാഗം, ഇത് നീട്ടിക്കൊണ്ടുവന്ന് താഴത്തെ വരയിലൂടെ വളച്ചതേ ഇവിടെ കൊണ്ടുവന്ന്, അതായത് നായുടെ ഈ ഒരു ഭാഗത്തിന് തൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തണം. ഈ ഒരു ഭാഗത്തിന് തൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് ഈ എന്ന അക്ഷരം. എങ്ങനെയാണ്? ആദ്യം തന്നെ ഒരു ഈ വരയ്ക്കണം. ദേ നമ്മൾ ഈ വരയ്ക്കാണ്. ഈ വരച്ചു. അതിനുശേഷം ഈയുടെ അടുത്തായിട്ട് 2 വരയുടെ പകുതി വലുപ്പത്തിലുള്ള ഒരു നാ വരച്ചു. നായുടെ അവസാനിക്കുന്ന ഭാഗം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് ഈ എന്ന അക്ഷരം. ഒരിക്കൽ കൂടെ വരയ്ക്കാം. ഇതാ ഈ എന്നെഴുതാണ്. ഈ എന്നെഴുതിയതിന് ശേഷം ഈയുടെ അടുത്തായിട്ട് ഈ 2 വരയുടെ പകുതി വലുപ്പത്തിലുള്ള ഒരു നാ വരച്ചു. നാ വരച്ച് നിർത്തുന്നില്ല. ഈ വരയെ നേരെ താഴത്തെ വരയിലൂടെ വളച്ചതേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് ഈ എന്ന അക്ഷരം. ഇപ്പൊ നമ്മൾ ഈ എന്ന് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ഈ വരുന്ന വാക്കുകൾ എഴുതി പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്ക് ഈച്ച എന്നാണ്. ഈച്ച. ഈ എഴുതണം അല്ലേ ആദ്യം. ഈ ഇപ്പൊ ഈ എന്നായുള്ളൂ. ഈ ആവാനായിട്ട് നമുക്ക് ഈ ചിഹ്നം ഇവിടെ അടുത്ത് എഴുതാം. ഈ എന്നായി. ഇപ്പോൾ ഈ എന്നായി. ഇനി തൊട്ടടുത്ത് ഛ എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ചായയുടെ കൂട്ടക്ഷരം വേണം. ച എഴുതുന്നു. ആ ചായയെ കൂട്ടക്ഷരമാക്കി. ഈച്ച. ഈച്ച. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് ഈറ. ഈ എന്നെഴുതുന്നു. ആദ്യം നമ്മൾ ഈ എന്നെഴുതാണ്. ഈ അതിനുശേഷം തൊട്ടടുത്തായിട്ടൊരു റ വരച്ചു. ഈറ. പറയൂ. ഈറ. അതിനുശേഷം നമ്മൾ ഈട് എന്നാണ് എഴുതാൻ പോകുന്നത്. ഈട്. ആദ്യം ഈ വരയ്ക്കണം അല്ലേ. ഈ വരയ്ക്കാം നമുക്ക്. ഈ എഴുതിയിട്ട് ഈ എന്ന് നീട്ടി ഉച്ചരിക്കാനായിട്ട് ഈയുടെ കൂടെ ഇത് കൂടെ ചേർക്കണം. ഈ ആയിപ്പോൾ ഈ തൊട്ടടുത്ത് ഒരു ട വരച്ചു. ട് എന്നാവാനായിട്ട് ചന്ദ്രക്കലയും ഇട്ടു. ഈട്. പറയൂ. ഈട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ഈണമാണ്. ഈണം. ആദ്യം ഈ എന്ന് എഴുതണം അല്ലേ. ഇതാദ്യം നമ്മൾ ഈ എന്നെഴുതാണ്. അപ്പൊ നമ്മൾ ഈ എന്നെഴുതി ഈയുടെ അടുത്തായിട്ടൊരു നാ എഴുതാണ്. ഈയുടെ ആയിട്ടൊരു നാ എഴുതി ണം എന്നാവാനായിട്ട് നമ്മളൊരു 0 കൂടെ ചേർത്തു. ഈണം. ഈണം. ഇനി നമ്മൾ ഈ വരുന്ന വാചകങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്ന വാചകം ഈച്ച പാറി. ഈച്ച പാറി. ആദ്യം ഈച്ച എന്ന് എഴുതണം അല്ലേ. ആദ്യത്തെ വാക്ക് ഈച്ചയല്ലേ. ഈച്ച. ഈച്ച. ചായയുടെ കൂട്ടക്ഷരം. ഈച്ച. ഇനി എന്താ അടുത്ത വാക്ക്? പാറി. പാ
റി ഈച്ച പാറി. ഈച്ച പാറി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന വാചകം ഈണം പാടി എന്നാണ്. ഈണം പാടി. ഈണം ആദ്യത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് പാടി. അപ്പൊ നമ്മൾ ഈണമാണ് ആദ്യം എഴുതാൻ പോകുന്ന. ഈ ആണ് എഴുതാൻ പോകുന്നത്. ഈ എഴുതിയിട്ട് അതിനുശേഷം നം എന്ന് എഴുതണം. ന എഴുതുന്നു, തൊട്ടടുത്തായിട്ടൊരു അമ്മിന്റെ ചിഹ്നം. എങ്ങനെ വായിക്കുക? ഈണം. ഈണം പാടി എന്ന് എഴുതണം അല്ലേ? പാടി. പാടി. ഈണം പാടി. അടുത്ത നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്ന വാചകം ഈട് തരണം എന്നാണ്. ഈട് തരണം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നു. ഈട്. ഈട്. ഈട് തരണം. ഇനി അടുത്ത് നമ്മൾ തരണമാണ് എഴുതുന്നത്. താ എഴുതി, തൊട്ടടുത്ത് രാ എഴുതി, ണം. തരണം. ഈട് തരണം. ഇപ്പൊ നമ്മൾ പാഠം 16 പഠിച്ചു കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ ഏതക്ഷര പഠിച്ചത്? ഈ എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. ഈ വെച്ചിട്ടുള്ള ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഈറ. കാട്ടിലാണ് ഈ ഈറ ഉണ്ടാവുക. പല കരകൗശല വസ്തുക്കളും നല്ല ഭംഗിയുള്ള പല സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് ഈറ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഈച്ച എന്ന വാക്ക് പഠിച്ചു. അടുത്ത നമ്മൾ ഈട് എന്ന വാക്കാണ് പഠിച്ചത്. ഇപ്പൊ ഒരു പുതിയ വസ്ത്രം മേടിച്ചാൽ അത് കീറുന്നത് വരെയാണ് അതിന്റെ ഈട്. ഏതൊരു വസ്തുവായാലും എത്ര കാലം ഉപയോഗിച്ചു എന്നതാണ് ഈട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ഈണം എന്ന വാക്കാണ് പഠിച്ചത്. നല്ല ഈണത്തിലുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പാട്ടിലെ ട്യൂണിനെയാണ് നമ്മൾ ഈണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ പാഠത്തിലെ കുറച്ച് ചെറിയ വാചകങ്ങളും പഠിച്ചു. വായിക്കാം നമുക്ക്. ഈച്ച പാറി. ഈണം പാടി. ഈട് തരണം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് വാക്കുകൾ എഴുതി നോക്കാം. ആദ്യത്തെ വാക്ക് കയറ്. 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 രണ്ടാമത്തെ വാക്ക് വായന. 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 മൂന്നാമത്തെ വാക്ക് പയറ്. പയറ്. നാലാമത്തെ വാക്ക് ചായ. 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 അഞ്ചാമത്തെ വാക്ക് മരം. 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 ആറാമത്തെ വാക്ക് തരാം. തരാം. ഏഴാമത്തെ വാക്ക് പാവാട. പാവാട. എട്ടാമത്തെ വാക്ക് ആട്. എട്ടാമത്തെ വാക്ക് ആട്. ഒമ്പതാമത്തെ വാക്ക് അരണ. 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 പത്താമത്തെ വാക്ക് താരം. 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 തന്നിരിക്കുന്ന വാചകങ്ങളെല്ലാം നന്നായി വായിച്ച് പരിശീലിക്കൂ. അതിനുശേഷം ആ വായിച്ചതും ഇന്ന് എഴുതി പഠിച്ചതും കേട്ടെഴുത്തുമെല്ലാം കൂടെ ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.